പരിക്കുന്ന ഒരു കാരണവും പറഞ്ഞ് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കിയോ? ഹലോ. അപ്പം ഇന്നലെ നടന്ന IPL മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് LSG നമ്മൾ കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അതായത് മുംബൈ ഇന്ത്യൻസിന്റെ റെഗുലർ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ ടോസ് വന്നില്ല. പകരം വന്നത് സൂര്യകുമാർ യാദവ് ആണ്. അപ്പം സൂര്യകുമാർ യാദവിന്റെ അപ്ഡേറ്റ് പ്രകാരം ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കാണെന്നും പുള്ളിക്ക് ഇന്നത്തെ മത്സരം നഷ്ടമാകും എന്നാണ് അപ്ഡേറ്റ് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ചിന്തയാണ്. അതായത് മോശ ഫോമിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും പ്ലെയർ എന്ന നിലയിലും ഈ ഒരു ടൂർണമെന്റിൽ മൊത്തം മോശ ഫോമിൽ കളിക്കുന്ന ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് നൈസായിട്ട് ഒഴിവാക്കിയെന്നാണ് തോന്നുന്നത്. പരിക്കിന്റെ പേരിൽ ഇങ്ങനെ മോശ ഫോമിലുള്ള പ്ലെയറെ പുറത്തിരുത്തുന്ന കാണുന്നത് നമ്മൾ ആദ്യമായിട്ടല്ല. വേൾഡ് കപ്പിന് മുന്നേ നമ്മുടെ ഇന്ത്യൻ ടീമിലും ഇതുപോലൊരു കാര്യം നടന്നു. അതായത് ഗില്ലിനെ പയ്യെ പരിക്കുന്ന പേരിൽ ഒഴിവാക്കി സഞ്ജുവിനെ റെഗുലറായിട്ട് ടീമിലേക്ക് കൊണ്ടുവന്നു. അപ്പം അങ്ങനെ കുറച്ച് പരിക്കിന്റെ കഥകൾ നമുക്ക് ഇതിനു മുന്നേ കേട്ട് കേൾവിയുള്ളതാണ്. അപ്പം അതുപോലെ കുറച്ച് കാര്യങ്ങൾ വെച്ച് നമ്മൾ കൂട്ടി വായിച്ചു നോക്കിയാലോ? എന്തായാലും നമുക്ക് നോക്കാം. അതായത് 2024 ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് വരുന്നത്. അതും ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി നല്ലൊരു സീസൺ, കപ്പ് നേടിക്കൊടുത്തൊരു സീസണിന് ശേഷം മുംബൈ ഇന്ത്യൻസിലേക്ക് ഇവര് കൊണ്ടുവരുന്നു. അപ്പം അത് കഴിഞ്ഞ് ആ ഒരു സീസണിൽ വന്നപ്പോഴത്തേക്ക് ഈ മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിൽ വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയും ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെ ഒഴിവാക്കിയിട്ടാണ് ഹാർദിക് പാണ്ഡ്യ ഈ ഒരു പൊസിഷനിലേക്ക് അവർ കൊണ്ടുവരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇന്റേണലി കുറച്ച് പ്രശ്നങ്ങളും ഫ്രിക്ഷൻസും ബിറ്റ്വീൻ പ്ലേയേഴ്സ്, ബിറ്റ്വീൻ സീനിയർ പ്ലേയേഴ്സ്, മാനേജ്മെന്റ് ഇതൊക്കെ ഉണ്ടായി. ഇതൊക്കെ എക്സ്പെക്റ്റഡും ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു സീസണിൽ വളരെ നിരാശാജനകമായിട്ട് പോകുന്നിടത്തോടെ എല്ലാം കൂവലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്ന് കാണുന്ന നമുക്ക് തന്നെ സങ്കടം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്തൊരു സീസണായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ 2024 സീസൺ. അപ്പം ആ ഒരു സീസണിൽ മൊത്തം 14 മത്സരങ്ങൾ കളിച്ചതിൽ 4 മത്സരങ്ങൾ മാത്രമാണ് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി 10 മത്സരങ്ങളും തോറ്റ് ടേബിളിന്റെ ലാസ്റ്റ് പൊസിഷനിലാണ് അവർ ഫിനിഷ് ചെയ്തത്. 2025 വന്നപ്പം കഥ മാറി. കുറച്ചുകൂടെ മച്ചുവറായ ഒരു ഹാർദിക് പാണ്ഡ്യയാണ് നമ്മൾ കണ്ടത്. പുള്ളി മുംബൈ ഇന്ത്യൻസിനെ 4th പൊസിഷനിൽ ടേബിൾ പൊസിഷനിൽ ഫിനിഷ് ചെയ്യിക്കാനായിട്ട് സാധിച്ചു. പിന്നെ പേഴ്സണലി പുള്ളിക്ക് കരിയർ വെച്ച് നോക്കുമ്പോൾ മികച്ചൊരു സീസൺ കൂടിയായിരുന്നു 2025 സീസൺ. പുള്ളി എനിക്ക് തോന്നുന്നൊരു 5 വിക്കറ്റ് ഹോളൊക്കെ ആ ഒരു സീസണിലാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നടത്തിയത്. അപ്പോൾ 2026 എത്തിയപ്പോഴത്തേക്ക് വീണ്ടും 2024 പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം മൊത്തത്തിൽ ഇതുവരെ 2 കളികൾ മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന് ജയിക്കാൻ സാധിച്ചത്. ഒന്ന് ഇന്നലെ നടന്ന കളിയും കൂടെ കൂട്ടി. അപ്പം ഇന്നലെ നടന്ന കളിയിലും മുംബൈ ഇന്ത്യൻസിന്റെ ഫേറ്റ് എന്താ പറയുന്നത് മാറ്റിയത് മുംബൈയുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തന്നെയാണ്. ബോളിങ്ങിൽ നമുക്കറിയാം വാങ്കഡയിലെ പിച്ച് വേൾഡ് കപ്പിന്റെ സമയത്തായിരുന്നെങ്കിലും ഇതിന് മുന്നേ ഉള്ള മത്സരങ്ങളൊക്കെ ആണെങ്കിലും ഒരു 200+ ടോട്ടൽ ഈസി ആയിട്ട് പോകുന്ന ഒരു പിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു പിച്ചിൽ ഇന്നലെ നിക്കോളാസ് പൂറിന്റെ ബാറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണക്ക് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഒരു 260-270+ ടോട്ടലിലേക്ക് പോകുന്നായിരുന്നു. അത് കഴിഞ്ഞ് മക്രത്തിന്റെയും ഹിമത് സിംഗിന്റെ ഒക്കെ വളരെ മികച്ച ബാറ്റിങ്ങിലൂടെ LSGയുടെ സ്കോർ ഒരു 225 റണ്ണിലേക്ക് ഒതുങ്ങി. അപ്പം അതൊരു ചേസബിൾ സ്കോറായിട്ട് മാറി മുംബൈ ഇന്ത്യൻസിന്. അപ്പം അങ്ങനെ ഒരു കളിയിൽ പരിക്ക് കഴിഞ്ഞ് ഏറെ നാളത്തെ പരിക്കിന് ശേഷം, അതായത് 2-3 മത്സരങ്ങൾ മിസ്സായ രോഹിത് ശർമ്മ തിരിച്ചു വന്നിട്ട് റിക്കൽട്ടന്റെ കൂടെ വളരെ മികച്ച തുടക്കം നൽകി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. അപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് എന്ന പകരക്കാരൻ ക്യാപ്റ്റന് കീഴിലിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ഒരു പ്ലെയർ എന്ന രീതിയിൽ സൂര്യകുമാർ യാദവ് ഈയിടയ്ക്കായിട്ട് വളരെ പരാജയമാണെങ്കിൽ പോലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ ഭാഗ്യമുള്ളൊരു മനുഷ്യനാണ്. അതായത് ഇന്ത്യൻ ടീമിന് കളിക്കുമ്പോഴാണെങ്കിലും നമുക്കറിയാം പുള്ളി ബാറ്റ് കൊണ്ട് അത്ര സ്പെസിഫിക് ആയിട്ടുള്ള സമ്മാനങ്ങൾ ഒന്നും തന്നെ നൽകാണ്ട് ഇന്ത്യൻ ടീം കപ്പടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഇന്നലെ മുംബൈ ആയിട്ടുള്ള കളിയിൽ നമുക്ക് കാണാൻ പറ്റിയത്. ബാറ്റിംഗിന് ഇറങ്ങിയ പുള്ളി 12 റൺ എടുത്ത് ഔട്ടായി. പക്ഷേ മുംബൈ ഇന്ത്യൻസ് ജയിച്ചു കയറുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പുള്ളിയുടെ സ്ഥാനം അവിടെ സേഫാണ്. അപ്പം എന്തായാലും പരിക്കുന്ന പേരിൽ ഹാർദിക് പാണ്ഡ്യ ടീമിന് വെളിയിൽ പോയി. അപ്പം ഇങ്ങനെ ഒരു ജയിച്ചു നേടിയ ടീമിനെ വീണ്ടും മാറ്റാനായിട്ട് മുംബൈ തയ്യാറാകുമോ? എനിക്ക് തോന്നുന്നില്ല ഇനി തയ്യാറാകുമെന്നുള്ളത്. കാരണം ഇനിയുള്ളത് ഏകദേശം 4-5 കളികൾ കൂടിയാണ് മുംബൈ ഇന്ത്യൻസിന് ബാക്കിയുള്ളത്. ഈ 4 കളികൾ അല്ലെങ്കിൽ 5 കളികൾ മൊത്തം നല്ല രീതിയിൽ നല്ല റൺ റേറ്റ് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു മിഡ് ടേബിൾ പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു 4th പൊസിഷൻ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ ബാക്കി ടോപ്പ് ലെവലുള്ള ടീംസിന്റെ പെർഫോമൻസ് അനുസരിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് എത്തും എന്നുള്ളതിൽ നമുക്ക് എന്താ പറയുന്നത് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നീങ്ങും. അപ്പം അവിടെ ഒരു ക്യാപ്റ്റൻസി ചേഞ്ച് അത്യാവശ്യമാണ്. കാരണം മെന്റലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും പുള്ളി ഈ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ബാറ്റ് കൊണ്ടാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബാറ്റിംഗ് ഇറങ്ങിയാൽ തന്നെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശം, ബോളിങ്ങിലാണെങ്കിൽ എക്കോണമി വളരെ മോശം, വിക്കറ്റ് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പ്ലെയർ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരുവാണെങ്കിൽ പുള്ളിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മിക്കവാറും അങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കും മുംബൈ ഇന്ത്യൻസ് ഇവിടെ ഫോളോ ചെയ്യുക. പുള്ളിക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കി ബാക്കി മുന്നോട്ടുള്ള തീരുമാനം എടുക്കും എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ഡിപ്പെൻഡ് അപ്പോൺ ദ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് അഗെയിൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽ കളി കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ചെന്നൈയുടെ മാനേജ്മെന്റുള്ള കാസി പുള്ളിയായിട്ട് ഹാർദിക് പാണ്ഡ്യ കുറച്ച് നേരം സംസാരിക്കുന്ന കണ്ടു. അതുപോലെ തന്നെയായിരുന്നു ലാസ്റ്റ് ഇയറിൽ രാജസ്ഥാനുമായിട്ടുള്ള കളി കഴിഞ്ഞിട്ട് സഞ്ജുവായിട്ട് പുള്ളി കുറേ ഡിസ്കഷൻ നടത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സഞ്ജുവിന്റെ മൂവ് ചെന്നൈയിലേക്ക് ഉണ്ടായത്. ഇനി അതുപോലെ ചെന്നൈയിലേക്ക് ഹാർദിക് പാണ്ഡ്യയും വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഹാർദിക് പാണ്ഡ്യ ഇനി നമ്മൾ ഈ ഒരു IPL കാണാനുള്ള ചാൻസസ് വളരെ 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 കുറവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.